പൊളിഞ്ഞു വന്നു തുടങ്ങിയിരിക്കുന്നു. 1 year or 2 year മാത്രം പഴക്കമുള്ളൊരു വീട്. അത് ഞാൻ റെൻഡർ ചെയ്തു പറഞ്ഞു. അതിന് ഈ ബിച്ചു സ്ട്രോക്കിനെ പോലുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് കിടന്ന് വിളിച്ചു പോകുന്നത്? എന്താണ് ഇവന്റെയൊക്കെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി മെഴുകണ നീയൊക്കെ. അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി മെഴുകാനായിട്ട് ആരാ ഈ പറയുന്നത്? സ്വന്തമായിട്ട് കൊട്ടക്കണക്കിന് അന്തസ്സോട് കൂടി കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. ഈ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തരാം ശാരീരിക നീ ഉണ്ടാക്കിയിട്ടുള്ള അന്തസ്സോട് കൂടിയുള്ള ഒരുപാട് കാര്യങ്ങളും നിലവാരത്തോടു കൂടിയുള്ള ചോദ്യങ്ങളും നിലവാരത്തോടു കൂടിയുള്ള ആൻസറുകളും നീ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അന്തസ്സോട് കൂടിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ വീഡിയോ അത്യാവശ്യം നല്ല ഫണ്ണി ആയിട്ടായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്റെ വീഡിയോക്ക് കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണല്ലോ, കൊടുത്തിരിക്കുക. പിന്നെ ശാരീരിക ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീണ്ടും എനിക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 2-3 വട്ടം ആലോചിച്ചിട്ട് വേണം മുന്നിലേക്ക് വരാനായിട്ട്. അല്ലെങ്കിൽ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ബുക്ക് അടച്ചു വെച്ചിട്ട് നേരെ അടുത്ത് നിന്റെ പരിപാടി നോക്കി നീ നിന്റെ വഴിക്ക് പോക്കണം. എന്റെ അടുത്തോട്ട് നീ കീഴിലോട്ട് കയറി വന്നേക്കരുത്. ഓക്കെ? നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം? നിങ്ങളാണോ KHDCക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത്? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നാണം കെട്ടവളെ വിളിക്കും, പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു. അതിന് എന്താണ് വിളിക്കാനുള്ളത്? മനസ്സിലാകുന്നില്ല ബിച്ചു സ്ട്രോക്ക്. എനിക്ക് ബിച്ചു സ്ട്രോക്കിനോട് പറയുന്ന കാര്യം, നിങ്ങൾ നേരിട്ട് അവിടെ പോവുക, പരിശോധിക്കുക. സ്വന്തം ചാനലും ഹൈ പോയിന്റും കയറ്റാൻ വേണ്ടി എന്ത് ചന്തത്തിനും വിളിച്ചു കൂടുന്ന താഴേക്ക് അതപ്പതിച്ചു പോകാതെ, താനൊരു ചെറുപ്പക്കാരനല്ലേ? തന്റെ കളർ തലയെ മാത്രം അടിച്ചാൽ പോരാ, മനസ്സിലുള്ള കളറ് കൂടെ അങ്ങോട്ടും. അതെ, ഞാനൊരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പൊന്നുമടത്തിൽ ലക്ഷ്മിക്കുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോക്ക് എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ എന്റെ തലയിൽ കളറൊക്കെ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ തലയിൽ എന്താണ്? ചാണകമാണോ? തലയ്ക്കുള്ളിൽ കാര്യമല്ല, തലയ്ക്ക് പുറത്ത് ചാണകമാണോ? കളർ തന്നെയല്ലേ. പിന്നെ മനസ്സിന്റെ കളർ എസ്പെഷ്യലി എനിക്ക് അറിയത്തില്ല മനസ്സിന് ഏത് കളറാണെന്നുള്ളത്. അതിനിപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മനസ്സിന്റെ കളർ എന്തുവാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് പറയുക. ആദ്യമേ തന്നെ ഈ ശാരിക എന്ന് പറഞ്ഞൊരു വ്യക്തി ഹോട്ട് സീറ്റ് നിങ്ങളെ സംബന്ധിച്ചാൽ ഇതുപോലൊരു കസേര ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ വാ തുറക്കത്തുള്ളൂ. അത് ബിഗ് ബോസിനകത്ത് നിങ്ങൾ തെളിയിച്ചു തന്നൊരു കാര്യം. പിന്നെ ബിഗ് ബോസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്വന്തമായിട്ട് കൊടുത്തിട്ടുള്ള കണ്ടന്റ് എന്താണ്? അവിടെയും ഈ പരിപാടി തന്നെ നോക്കൂ. പുതിയ പാട്ട് കേട്ടാ, അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കേണ്ട, അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കേണ്ട, അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു മാങ്ങയും തേങ്ങയും കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവന്റെ കീഴിലോട്ട് എന്നിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കും, സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കും, സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കും. ഇവരെന്തുവാ അവിടെ കൊടുത്തൊരു ബിഗ് ബോസിനകത്ത് കൊടുത്ത് ഏറ്റവും വലിയ കോണ്ടന്റ് എന്തുവാ? ഇടയ്ക്ക് എന്നിട്ട് അവസാനം, അതായത് റീ എൻട്രിക്ക് ശേഷം അങ്ങോട്ട് ചെന്ന് കയറിയിട്ട് ആരുടെ അനുമോളുടെ ജെൻഡറിനെ കുറിച്ച്, അനുമോൾക്ക് എന്നോട് ചെറിയൊരു സോഫ്റ്റ് ഉണ്ട്, അനുമോൾ എന്നെ സൂട്ടാക്കാൻ നോക്കുന്നുണ്ട്. അയ്യോ, നീ കൊടുത്ത സൂപ്പർ കണ്ടന്റാ. നീ ഇത്രയും വലിയ പുരോഗമനമൊക്കെ സംസാരിക്കുന്ന നീ കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല കണ്ടന്റാ ബിഗ് ബോസിന് വേണ്ടിയിട്ട്. നീ വലിയ ഹോട്ട് സീറ്റിലൊക്കെ ഇരുന്ന് ഇത്രയും അധികം ജനങ്ങളെ ഇന്റർവ്യൂ ചെയ്തു. ഒന്നാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂവിന്റെ താഴെയുള്ള കമന്റ് ബോക്സ് ഒക്കെ നിങ്ങളടുത്ത് വായിച്ചു നോക്കണം. അതിനകത്ത് എന്തുവാണ് നടക്കുന്നത്? നിങ്ങൾ ഗസ്റ്റ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയിട്ട് നിങ്ങൾ ഹോട്ട് സീറ്റിലാണ് ഇരിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിവാസം നിങ്ങൾ സംസാരിച്ചോണ്ടെന്നറിയോ? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു കാലനില്ല, നമ്മുടെ കാലനെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാലേ ഫുൾ സപ്പോർട്ട് കാലന് കിട്ടും. കാരണം എന്താ പറയുക, ഓപ്പോസിറ്റ് നിങ്ങളാ. അതുപോലെയുള്ള കുണച്ചുകുത്തി ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് കാലന് ഫുൾ സപ്പോർട്ട് കിട്ടും. ചിലപ്പോൾ ബിഗ് ബോസിലുണ്ടെങ്കിൽ ഞങ്ങൾ കപ്പ് വരെ കാലിന് മേടിച്ചു കൊടുക്കും. അത് കാലനോടുള്ള ആരാധനയോ സ്നേഹമോ കൊണ്ടല്ല, നിങ്ങളുടെ വായിരിക്കുന്ന സംഭവങ്ങൾ കേട്ട് കാലനോട് നമുക്കൊരു ആരാധന തോന്നിപ്പോകുന്നതാണ്. അതിന് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ, ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞില്ല, സ്വന്തമായിട്ട് നിലവാരത്തോട് കൂടിയുള്ള കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പായാലും നിങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നല്ലോ. അവിടെ കിടന്ന് നിങ്ങൾ മെഴുകിക്കൊണ്ടിരുന്ന എന്തുവാ? 80% കണ്ടന്റ് രേണുസുതി തന്നെ നിങ്ങളുടെ. ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രേണുസുതി തന്നെ. ബിഗ് ബോസിനകത്തുനിന്ന് പുറത്തോട്ട് വന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ക്ലച്ച് പിടിക്കാതെ തെക്കും മടക്കും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ കൂടെ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് കയറി കണ്ട അഭിപ്രായം പറയുമ്പോഴത്തേന് അവന്മാർ വന്ന് എന്തെങ്കിലും പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്റെ കീഴിലോട്ട് കയറി വന്നതെങ്കിലേ എണ്ണം പറയും. താങ്ങാൻ പറ്റുമെങ്കിൽ ഇനിയും പറയുക, ഞാൻ താങ്ങുന്ന രീതിയിലേ ഞാൻ ഇനി പറയത്തുള്ളൂ. ഓക്കെ? അപ്പൊ ചേച്ചിയുടെ അപ്പോഴേ നല്ല അന്തസ്സോട് കൂടി കൊട്ടക്കണക്കിന് കണ്ടന്റ് ഇറക്കിയ ഒരു ചാനലുണ്ടോ, നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ശാരിക KB സ്പീച്ച് മേക്കർ, ഏതാണ്ട് 7000 ഒക്കെ ഉണ്ട് കേട്ടോ. വീഡിയോസ് നോക്ക്, ബിഗ് ബോസ് റിലേറ്റഡ്, ബിഗ് ബോസ് എല്ലാം മറ്റുള്ളവരുടെ കണ്ടന്റിടാ. ആണ്ട രേണുസുതി, കിച്ചു, ആണ്ട ഏതോ പാർട്ടിക്കാരുടെ പരിപാടികൾ, ആണ്ട VV, അതുല് കണ്ടില്ല, VV, അതുല് രേണുസുതി, വേടന്, അഖിൽമാരാറ്, ആണ്ട സവാദ്, ബസ്സിനകത്ത് നിന്ന് വാണടിച്ച സവാദ്, ആണ്ട വീണ്ടും കിടക്കുന്ന രേണുസുതി, കിച്ചു, ആണ്ട RJ മറ്റേ പ്രാങ്ക് കോള്, വീണ്ടും താണ്ട VV, രേണുസുതി, കായിസും രേണുസുതി, ഇവിടെ ലൈഫ് ഓഫ് അനന്തിന്റെ വീണ്ടും കായിസിന്റെ വീണ്ടും. എടാ പൊന്ന് മോളെ, നീ ഇതുപോലെ കിടന്നുകൊണ്ട് അന്തസ്സോടെ കുറെ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നതാണെന്ന് ഇതിനകത്തൂടെ വ്യക്തമാണ്. പിന്നെ അങ്ങോട്ട് ബിഗ് ബോസിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്തോ വലിയ ഇതായെന്ന് വെച്ചാൽ നിങ്ങളൊരു മാങ്ങാത്തൊലി ആയില്ല. നിങ്ങൾ ഇത്രയും വലിയ ഹോട്ട് സീറ്റിൽ ഇത്രയും വലിയൊരു സംസാരിച്ചിട്ട് നിങ്ങൾ ബിഗ് ബോസിലോട്ട് ചെന്നപ്പോഴത്തേക്കിനെ അവിടെ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിന് മുമ്പ് ഇറങ്ങി പുറത്തു വന്നതാ. നിങ്ങളെക്കാട്ടിലും നല്ല രീതിയിൽ മറ്റേ 49 ദിവസം രണാ ഫാത്തിമയോ ആ പെങ്കൊച്ചു നിന്ന്, ആ കൊച്ചു നിന്ന്. അപ്പൊ അതിനെയാണ് ചിലപ്പോൾ പിടിച്ച് ഹോട്ട് സീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതുപോലെ അവിടെ പോയി കളിച്ചിട്ട് പോയത് പറഞ്ഞില്ല വന്നത് പറഞ്ഞില്ല എന്ന രീതിയിലൊക്കെ നിന്നിട്ട് ഞാനാണ് ലേഡി ബിഗ് ബോസ് എന്തർത്ഥവാ?
ലേഡി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നത് പോലും കണ്ടില്ല. മറ്റേ ഇതായിരുന്നു, മറ്റേ എന്തോ പുതിയ വന്ദേ ഭാരത് കണക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നിട്ടേ ഇവിടെ കിടന്ന് സംസാരിക്കല്ലേ, പിന്നെ കിടന്ന് മെഴുകല്ലേ. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ എന്തായാലും എന്നെ കുറിച്ച് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ടല്ലോ, അതും കൂടെ ഒന്ന് കേട്ടിട്ട് നമ്മുടെ ചേച്ചിയുടെ വീഡിയോസ് എന്തൊക്കെയാണെന്ന് പ്രോപ്പറായിട്ട് ഇതിനകത്ത് എടുത്ത് വെച്ച് ഞാൻ അഴിഞ്ഞ് അല്ലെങ്കിൽ ഉരിഞ്ഞിട്ട് കാണിക്കും. ഹായ്, ഹലോ, നമസ്കാരം. വീണ്ടും എന്റെ ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ വന്നത് ബിഗ് ബോസിന്റെ വിശേഷങ്ങൾ പറയാനല്ല. ബിഗ് ബോസിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഉത്സവം കഴിഞ്ഞു, ആന പിണ്ടവും ഇട്ടു, ആറാട്ടും കഴിഞ്ഞു, എല്ലാരും വീട്ടിലും പോയി. ഇനിയിപ്പോ പറമ്പിൽ കിടന്ന് കറങ്ങേണ്ട കാര്യം, അടുത്ത ഉത്സവത്തിന് കോപ്പ് കൂട്ടാല്ലേ. അതെ എനിക്ക് പറയാനുള്ളത്. ഇനി പറമ്പിൽ കിടന്ന് കളയായിട്ട് ഒരു കാര്യമില്ല, ഒരു പരിപാടി ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാണ്. വേറൊന്നുമല്ല, രേണുസുതി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട്, രേണുസുതി വീടുമായിട്ട് ബന്ധപ്പെട്ട്, രേണുസുതി സ്വാഭാവികം, വേറെ കണ്ടന്റ് ഒന്നുമില്ല, സ്വാഭാവികം. ായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ എന്റെ തിരക്കുകൾ കൊണ്ടത് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ മറുപടി പറയാൻ പറ്റുന്നില്ല. അവൾ എന്റെ ഫ്രണ്ടും കൂടെയാണ്, ഒരു നല്ല ഹ്യൂമൻ ബീങ് ആണ്, നമുക്ക് അറിയാൻ പറ്റും, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ഒരു അന്തസ്സായിട്ട് ഗെയിം കളിച്ച് വർക്ക്ഔട്ട് ചെയ്ത് പുറത്തിറങ്ങി വളരെ ബിസി ആയിട്ട് നടക്കുന്നു. അയ്യോ, ഈ സംഭവം എന്താ പറയാ, ആദ്യമേ ജാമ്യം എടുക്കുക. കാരണം ഇവരൊരു 2 ഇന്റർവ്യൂ രേണുസുതിക്ക് എടുത്തായിരുന്നു. അപ്പം രേണുസുതിയോട് ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 150 അപരാധം ഇറക്കി വിട്ടത്, അതിനുവേണ്ടി സ്വന്തമായിട്ട് എക്സ്പ്ലനേഷൻ ഇറക്കി വിട്ടൊരു പെണ്ണുപിള്ള ഈ നീ നമ്മളോട് സംസാരിക്കുന്നത്. അതിനു മുമ്പേ അതുകൊണ്ട് രേണുസുതിക്ക് നല്ലത് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാൻ പോകും. അപ്പൊ രേണുസുതിക്ക് നല്ലത് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഒരിക്കലും എന്നോട് കുറ്റം പറയില്ല, എന്നെ തെറ്റ് കാണല്ല. അതുകൊണ്ട് ആദ്യം ഒരു ആൾജാമ്യം എടുക്കും കേട്ടോ. നിങ്ങൾ മറ്റേ ഇതും കൂടെ കൊണ്ടില്ല, പറ്റിയിട്ടും എടുത്തോണ്ട് പോയി. പണിയെടുത്ത് ജീവിക്കുന്നു. പക്ഷെ ഇതൊന്നും സഹിക്കാത്ത കുറെ മഞ്ഞ മീഡിയകളുണ്ട്. സാധാരണ ജനങ്ങൾ ഇതൊന്നും അറിയില്ല കേട്ടോ. സാധാരണ ജനങ്ങളിൽ ഞാൻ ഇന്നും പറയുന്നു, രേണുസു നേരിട്ടിറങ്ങി കഴിഞ്ഞാൽ ഒരു 10,000 പേര് കൂടും. കാരണം സാധാരണ ജനങ്ങൾ ഇതിൽ പെടുന്നില്ല. ഇതിൽ പെടുന്നവർ മുഴുവൻ മറ്റേ ടാബ്ലോയിഡ്സ് ആണ്, മഞ്ഞ മീഡിയ, പിന്നെ ടോക്സിക് പേഴ്സണാലിറ്റീസ്. ഞാൻ പറയട്ടെ, ഒരു 100 മീഡിയ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടെങ്കിൽ അതൊരു 50% അല്ലെങ്കിൽ 40% നല്ല മീഡിയാസ് ഉള്ളൂ. ബാക്കി 60% മഞ്ഞയാണ്. അപ്പൊ ഇതുപോലൊരു മഞ്ഞ മീഡിയ കുത്തിയിരുന്നോണ്ട് കുറെ അപരാധങ്ങൾ ഇറക്കി വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ മറ്റേ മൈത്രേൻ ഇരുന്നപ്പോഴാണെങ്കിലും ശരി, ഷിയാസ് കരീം ഇരുന്നപ്പോഴാണെങ്കിലും ശരി, രേണുസുതി ഇരുന്നപ്പോഴാണെങ്കിലും ശരി, മറ്റേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടൊരു പരിപാടിയെ കൊടുത്ത് ഞങ്ങൾ കണ്ടതാ. അപ്പോഴത്തേന് നിങ്ങൾക്കുള്ളിൽ എത്രത്തോളം ടോക്സിസിറ്റി ഉണ്ടെന്നോ നിങ്ങളുടെ ഉള്ളിലുള്ള നിലവാരം എന്താണെന്നോ ഞങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതാ. ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കാണുക, അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകൾ എടുത്ത് നോക്കുക. നിങ്ങൾ ചിലപ്പോൾ PR ഇട്ട് കമന്റ് ഒന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. പ്രോപ്പറായിട്ട് ജനങ്ങൾ കണ്ട് വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാ. എനിക്ക് തോന്നുന്നു ആ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ആ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അതിന്റെ താഴെ എടുത്ത് കമന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. സാറ്റിസ്ഫാക്ഷൻ ലെവൽ പീക്ക്, ഹൈ, ടോപ്പ്, അത് മൊത്തം ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാ. എന്തുകൊണ്ട് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. എന്തുകൊണ്ട് കുറെ അധികം ഫേസ് ഫെമിലിയാരിറ്റി ഉള്ള നിങ്ങളെ നമുക്ക് അതിനകത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ ഇരിക്കുന്ന ഹോട്ട് സീറ്റിന്റെയും ഇരിക്കുന്ന നിലവാരത്തിന്റെയും വായിൽ നിന്ന് പറയുന്ന കാര്യത്തിന്റെയും നിങ്ങൾ എടുക്കുന്ന കോണ്ടന്റിന്റെ നിലവാരം എന്താണെന്ന് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ആലോചിച്ച് തിങ്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇന്റർവ്യൂയിലോട്ട് വരാം. പിന്നെ ആരെ കുറിച്ചാ പറയണേ? നിങ്ങൾ രേണുസുതിയെ കുറിച്ചല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്? രേണുസുതിയെ കുറിച്ച് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് രേണുസുതിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മോശമായിരുന്നു, രേണുസുതിയുടെ എക്സ്പ്രഷൻ സംസാരിക്കുന്ന രീതി ഓക്കെ അല്ലായിരുന്നു. നിങ്ങളിപ്പോ ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോഴാണ് ശരിക്കും അതൊന്ന് ഇറങ്ങി പോകേണ്ടത്. വളരെ വളരെ അഹങ്കാരത്തോടും പുച്ഛത്തോടു കൂടിയാണ് നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇത് തന്നെയാ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇപ്പൊ മനസ്സിലായോ ഡോക്ടർക്ക്? ഷാരികയുടെ തൊലി ഉരിഞ്ഞു പോയൊരു ഇന്റർവ്യൂ ആയിരുന്നു ഇവരുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെന്താണെന്ന് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം. ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് മാത്രം പറയാനുള്ളതല്ല. മറ്റൊരു വ്യക്തി വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞ് ഇവരെ കൊണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവരെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല എന്ന് തെളിയിച്ചെന്നൊരു കാര്യമാണ് പൊന്നുമടത്തിൽ ലക്ഷ്മിക്കുട്ടി ഇതിനകത്ത്. ആയിട്ടുള്ള ഒച്ചയെടുക്കുന്ന ഒരു പാവം കുട്ടിയായിട്ടാണ് എനിക്ക് ഷാരിക പാവെന്ന് പറഞ്ഞല്ലോ, സന്തോഷം. പക്ഷെ ഡോക്ടറുടെ ഒരു ഇത് എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല. എന്നെ പാവം എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു പാവമല്ല. നിങ്ങൾ ഭീകരി, ഭയങ്കരി മതിയോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരിക്കും? ഭയങ്കരി ഷാരിക KV. ഷാരിക നമ്മളിവിടെ സംസാരിക്കുന്നത് ഷാരിക കുഴപ്പമുണ്ട്. ആക്ച്വലി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണല്ലേ പറഞ്ഞു. എന്തെങ്കിലും ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ തമാശ പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന്. Again you are being offensive, again you are not being nice. ഇതാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഹോട്ട് സീറ്റ് നൈസായിട്ട് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഹോട്ട് സീറ്റ് അന്തസ്സായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യാൻ എങ്ങനെ താങ്കൾക്ക് ധൈര്യം വരുന്നത്? അന്തസ്സിന്റെ അർത്ഥം എന്താണ്? കറക്റ്റുള്ള അർത്ഥം എന്താണെന്ന് ഡോക്ടർക്ക് അറിയാമോ? മര്യാദയ്ക്ക് ഗ്രേസ്ഫുൾ. എന്ത് മര്യാദകളാണ് ഞാൻ അവിടെ കാണിച്ചത്? അത് ഒരുപാട് കമന്റ്സ്, കമന്റ്സ് പറയുന്നവർക്കാണ് മര്യാദ ഇല്ലാതെന്ന് ഞാൻ പറയും. ഒരു മര്യാദ ഇല്ലാതെ, ഷോ എന്താണെന്ന് അറിയാതെ മര്യാദഘട്ട വർത്താനങ്ങൾ പറയുന്നത് കമന്റോളികളാണ്, ഞാനല്ല. അതായത് ഷോ എന്താണെന്ന് അറിയാതെ മര്യാദഘട്ട വർത്തമാനങ്ങൾ പറയുന്ന കമന്റോളികളാണ്. ആ കമന്റിനൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല, വെറും കമന്റോളികളാണ്.
നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഈ ഒരു സാധനം മാത്രം ചിന്തിക്കുക. ഇവർ പറയുന്നത് കമന്റോളികളാണെന്നുള്ളൊരു കാര്യം. ഓക്കെ, ഇനി ഇവരുടെ കണ്ടന്റ് എന്തുവാന്ന്, ഇവരുടെ വീഡിയോയിൽ ഇവരുടെ ഹോട്ട് സീറ്റിനകത്ത് ഇവർ രേണുസുതിക്ക് കൊടുത്തിട്ടുള്ള കണ്ടന്റ് എന്തുവാന്ന് ഇപ്പൊ കാണിച്ചു തരാം. സീറ്റിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഓൾറെഡി നമ്മൾ പറയും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, നിങ്ങൾ കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. പക്ഷെ എന്ന് വെച്ചാൽ നമ്മളതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആയാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഒരിക്കലും അവരെ അപഹസിക്കുന്ന രീതിയിലല്ല. പ്രേക്ഷകർ എന്താണോ രേണുസുതിയോട് ചോദിച്ചിരുന്നത് ആ ക്വസ്റ്റ്യൻസ് രേണുസുതിയുടെ വായിൽ നിന്ന് കേൾക്കാൻ അതിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ അതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസ് ആണ് ഞാൻ അവിടെ കാണിച്ചത്. അതിന് പ്രേക്ഷകർ അതെന്തോ ചേച്ചി, അപ്പം കമന്റോളികൾ ഇട്ട കമന്റുകളല്ലേ? അപ്പൊ കമന്റോളികൾ ഇട്ട കമന്റ് എടുത്തു വെച്ച് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് രേണുസുതിയുടെ മുന്നിൽ എടുത്തു വെച്ച് ചോദിക്കുമ്പോഴത്തേക്കിന് അവർക്കത് ഏത് രീതിയിലൊക്കെ അഫക്റ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യുമ്പോൾ മാത്രമേ എല്ലാം കമന്റോളികൾ, പക്ഷെ മറ്റൊരു വ്യക്തിക്ക് വരുമ്പോഴത്തേക്കിന് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ എടുത്തു വെച്ച് ചോദിക്കുന്നു. നാണമില്ലേ? കിടന്നിങ്ങനെ മെഴുകാതെ നാണമില്ലേ? നിങ്ങൾ എന്തുവാ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുള്ള കോണ്ടന്റ് എന്തുവാ? ഇതാണ് നിങ്ങൾ നിലവാരത്തോടു കൂടി സ്വന്തമായിട്ടുണ്ടാക്കിയ കണ്ടന്റ് എന്ന് പറയാനായിട്ട് നാണം കെട്ട പരിപാടി കാണിക്കുന്നത്. ഇത്രയും പൊട്ടിത്തെറിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രേക്ഷകർ ചോദിക്കാൻ ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഞാൻ അതിനകത്ത് എക്സ്ട്രാ ഇട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ എന്തർത്ഥത്തിലാണത് ബുള്ളിങ് ആവുന്നത്? ഇതേ പ്രേക്ഷകർ തന്നെയാണ് കമന്റ് ചെയ്തത്. ഞങ്ങൾ ഇതേ ചോദ്യങ്ങൾ, ഇപ്പൊ ശാരിക പറയുന്നത് പ്രേക്ഷകർ പറയുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്. പക്ഷെ ഇതേ ആൾക്കാരാണ് ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം രേണുസുതിക്ക് ഒരുപാട് ഫാൻസ് കൂടി ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം. അത് സ്വാഭാവികമായിട്ട് കൂടുതൽ നമുക്കറിയാം. ഇവരുടെ കൂടെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഫാൻസ് ഇവരുമായിട്ട് ഇന്റർവ്യൂവിന് ശേഷം കൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം ഇവർക്കെതിരെ വരുന്ന കമന്റുകളെല്ലാം കമന്റോളികളും മറ്റൊരു വ്യക്തിക്കെതിരെ വരുന്നതെല്ലാം അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. അതാണ് ഇവർ കൊണ്ടുവരുന്നുള്ള കൊട്ട കണക്കിനുള്ള ക്വാളിറ്റിയോട് കൂടിയുള്ള കണ്ടന്റ്, അവിടുന്ന് ഇവിടുന്ന് എടുക്കാത്ത കൊട്ടയോട് കൂടിയുള്ള കണ്ടന്റ്. കണ്ട ഫേക്ക് അക്കൗണ്ടും മറ്റേതും മറിച്ചതും കമന്റ് ചെയ്ത് ആരാന്ന് പോലും അറിഞ്ഞിടത്ത ഒരു വായും ആണോ ഇല്ലാത്തവന്മാർ പോലും കമന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പരഗതി ഇല്ലാതിരുന്ന് കമന്റ് ചെയ്തിട്ടുള്ള, ചിലപ്പോൾ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ കമന്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പോയി ഇരുന്ന് കുത്തിപ്പൊക്കി എടുത്ത് ഫിൽട്ടർ ചെയ്ത് അതിനകത്തുനിന്ന് മാക്സിമം നെഗറ്റിവിറ്റി ഉള്ള കമന്റുകൾ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് രേണുസുതിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തൊരു വ്യക്തിയാണ് നീ. അപ്പൊ നിന്റെ നിലവാരം എന്തോ നീ മനസ്സിലാക്കണം. എന്നിട്ട് വേണം എന്റെ നിലവാരം എന്തോ നടക്കാനായിട്ട് എന്റെ കീഴിലോട്ട് വരാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് അല്ല, ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ശാരിക ഇവിടുത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ശാരികയ്ക്ക് സുധിച്ചേട്ടനോട് ഭയങ്കര സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കലാകാരനാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡു യു തിങ്ക് സുധിച്ചേട്ടന് ഇഷ്ടപ്പെടുമോ ശാരിക സുധിച്ചേട്ടന്റെ വൈഫിനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഹരാസ് ചെയ്തത്, അബ്യൂസ് ആത്മാക്കളോട് സംസാരിക്കാറുണ്ടോ? സുധിച്ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ശാരികയാണ് സുധിച്ചേട്ടന്റെ ആത്മാവിനെ കുറിച്ച് സംസാരിച്ചത്. ഞാനൊരു സയന്റിഫിക് ഞാൻ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നാ ചോദിച്ചത്, അല്ല സുധിച്ചേട്ടൻ ഇഷ്ടപ്പെടുമായിരുന്നല്ല ചോദിച്ചത്. അദ്ദേഹം എന്താണെങ്കിലും ജീവിച്ചിരിപ്പില്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവരെ എങ്ങനെ പിന്നെ സർവൈവ് ചെയ്യണമെന്നാണ് ശാരിക സജസ്റ്റ് ചെയ്യുന്നത്? രേണുസുതി എങ്ങനെ ജീവിക്കണം? ഇതൊന്നും എന്റെ സജഷനോ എന്റെ ഉപദേശങ്ങളോ ഒന്നും അല്ല. അതിനെനിക്ക് സെപ്പറേറ്റ് വിളിച്ച് രേണുസുതി ഉപദേശിച്ചാ പോരെ. ഇതെല്ലാം നാട്ടുകാർ ചോദിച്ച അബ്യൂസിംഗ് ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്ത് ക്രോഡീകരിച്ചാണ് ഞാൻ അവരോട് ചോദിച്ചത്. കണ്ട, നാട്ടുകാർ ചോദിച്ച ചോദ്യങ്ങൾ അബ്യൂസ് ചെയ്ത് എടുത്ത് ക്രോഡീകരിച്ച് ഞാൻ കൊണ്ടുവന്ന് ചോദിക്കുവാണ്. ഇതാണ് നീ കൊണ്ടുവന്ന പ്രോപ്പർ ആയിട്ട് കൊട്ട കണക്കിനുള്ള കണ്ടന്റുകൾ. നാണമില്ലേ? നിങ്ങൾ കുറെ നാൾ രേണുസുതിയെ വിറ്റ് നടന്ന് അതിനിടെ കൂടെ ചെറിയൊരു ഫെയിം ഉണ്ടാക്കി അതുമൂലം ബിഗ് ബോസിലേക്ക് ചെന്ന് കയറിയിട്ട് ഇറങ്ങി വന്നിട്ട് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ, ഞാൻ ഇതുമായിട്ടൊരു ബന്ധമുള്ള ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനും കാണിക്കാനൊക്കെ നാണമില്ലേ? ആദ്യം ഇരുന്നിട്ടുള്ള സ്ഥലം എന്തോന്നൊന്ന് തിരിഞ്ഞു നോക്കണം. ആ നിതംബങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലം എന്തോന്ന് തിരിഞ്ഞു നോക്കണം. എന്നിട്ട് വേണം ഇമാതിരി പരിപാടിയായിട്ട് വീണ്ടും ആൾക്കാരുടെ കീഴിലോട്ട് വരാൻ. പക്ഷെ അത് എന്റെ രീതിയിൽ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അവരുടെ പ്രശ്നം. അതിൽ പ്രശ്നം എന്താണെന്ന് എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ചോദിക്കുന്ന രീതി നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് രീതി ഇൻ ദ വേൾഡ്. അല്ലെങ്കിൽ ഈ വേൾഡ് മാത്രമല്ല, അങ്ങ് പുറത്തുള്ള ചൊവ്വ, വ്യാഴം, ബുധന്, ശനി, ഞായർ, സൂര്യൻ, എന്റെ അപ്പുറത്തൊക്കെ ഏതൊക്കെ ചെറിയ സാധനങ്ങളുണ്ടോ അതെല്ലാം ബന്ധപ്പെടും ഇതിനകത്ത്. ഓക്കെ, മരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പോ കുറെ അധികം ആൾക്കാർക്ക് അറിയാം, സുപ്രസിദ്ധിയായിട്ട് തന്നെ അറിയാം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു. അന്ത വേഷത്തിനപ്പൊ എന്തോ കുഴപ്പം? ഇവര് തന്നെ 4 മാസം മുമ്പ് രേണുസുതിക്ക് കൊടുത്തുള്ള ഇന്റർവ്യൂവിനകത്ത് ഇവര് പറഞ്ഞ കുപ്രസിദ്ധിയോട് കൂടിയുള്ള ഒരു പബ്ലിസിറ്റി എന്ന്. അപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുപ്രസിദ്ധി അല്ല, നിങ്ങൾ ഭയങ്കര എന്തോ സുപ്രസിദ്ധിയാണോ? കുപ്രസിദ്ധി, രേണുസുതി കുപ്രസിദ്ധി. രേണുസുതി ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ സമ്മതിക്കുമായിരുന്നു? എന്തുവാ രേണുസുതി ഏപ്പടത്തിലായിരുന്നു അഭിനയിച്ചത്? അപ്പൊ നിങ്ങൾ തന്നെ നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ടല്ലോ. അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ ബൈറ്റുകൾ ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. ആൾക്കാർ റിയാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, താഴെ വരുന്ന കമന്റുകളുടെ എണ്ണം കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? നിങ്ങൾ ഒരു സൈഡിൽ കൂടെ അവർക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? എന്നിട്ട് വന്നിരുന്നിട്ട് ന്യായീകരിക്കല്ലേ മോളെ? വന്നാ അഭിനയിക്കും, സുചേട്ടൻ സമ്മതിച്ച് അഭിനയിക്കും. സുചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം, എന്നെ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത്? വന്നിട്ടില്ല അവസരം. അപ്പൊ ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഞാൻ അങ്ങോട്ട് കയറി സൃഷ്ടിച്ച കള്ളമല്ലേ? ഇല്ലില്ല, ഒരിക്കലും അല്ല, സത്യം.
ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചിട്ടില്ല എന്നെ അഭിനയിപ്പിക്കാവോ, എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ, ഒന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ചെയ്യും. അപ്പോ ഈ ഇനിയും ചെയ്യും. വരുന്നത് നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പോ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോണോന്നൊരു ഇതിലാണല്ലോ പറയുന്നത് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നു അങ്ങനെ. അതായത് ഞാൻ ഇനിയും സ്വന്തമായിട്ട് കുപ്രസിദ്ധി പബ്ലിസിറ്റി എന്ന് വിശേഷിപ്പിച്ച് അതിന്റെ പേരും പറഞ്ഞ് കുറെ നടന്ന് നിലവാരം ഉണ്ടാക്കി ബിഗ് ബോസിൽ പോയിട്ട് പുറത്ത് വന്നതിന് ശേഷം രേണുസുതി നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്, രേണുസുതി സൂപ്പറാണ്, രേണുസുതി തിരക്കാണ്, രേണുസുതി അയൻലേഡിയാണ്, രേണുസുതി കിടിലമാണ്, മിക്കവാറും രേണുസുതിയുടെ ടാറ്റു അങ്ങനെ ഇവിടെ നെഞ്ചത്തടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നെഗറ്റിവിറ്റി ഉണ്ടാക്കി കൊടുത്ത് ഈ കുപ്രസിദ്ധി എന്ന് പറഞ്ഞൊരു സാധനം വേർഡ് തന്നെ അവരുടെ പേരിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ വന്നിരുന്ന് മെഴുകുന്നത്. ശരിയാവാം. കാരണം എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക്. ഈ സൈക്കോസിനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സൈക്കോ ആയിപ്പോയെന്ന് തോന്നും. ആണോ? സൈക്കോപാത്തിന്റെ ഒരു ലെവലായി ഏകദേശം. ഇത് തന്നെ കേൾക്കാൻ വേണ്ടിട്ട് ഒരു കേട്ട് ഭയങ്കര ഇതായിപ്പോയി. അപ്പൊ അതൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ്. ഇതാണ് നീ പറയുന്ന നിലവാരത്തോടു കൂടിയുള്ള ചോദ്യങ്ങൾ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റിനടുത്ത് സൈക്കോ എന്ന രീതി നീ ആയില്ലേ, നീ അപ്പൊ സൈക്കോ ആയില്ലേ എന്ന് ചോദിക്കുന്നത് സൈക്കോ എന്ന് പറഞ്ഞൊരു വ്യക്തിയായി എന്ന രീതിയിൽ അവരെ സ്ഥാപിക്കുന്നതാണോ? ഈ ഓൾറെഡി അതായത് ഈ സൈക്കോപരമായിട്ട് പെരുമാറുന്ന ആൾക്കാരെ അത്തരത്തിലുള്ള ഒരു വേർഡ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കത് ഭയങ്കര അരോചകമായിരിക്കും. അവർ വീണ്ടും അതാണോ എന്നുള്ള ചിന്തയിലേക്ക് പോകും. അപ്പൊ മെന്റലി അവരെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നില്ലേ? നിങ്ങൾ അതുപോലുള്ള ഇന്റർവ്യൂ അവിടെ എടുത്തുകൊണ്ടിരുന്നത്? അയ്യോ, എന്തൊക്കെ പരിപാടികളെ കാണിച്ചെന്നറിയോ? നമ്മൾ അതിന്റെ ഇങ്ങനെ മൂലയിൽ കിടക്കുന്ന ചെറിയ തുമ്പ ചെയ്തോണ്ടിരുന്നത്, ഇവരങ്ങ് മേളി ആനപ്പുറത്ത് കയറി ചെയ്തിട്ടുള്ള പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് വന്നിരുന്ന് പറയുകയും കാണിക്കുകയൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ഇതുപോലൊരു മദർ തെരേസ ഈ നാട്ടിലില്ലെന്ന് തോന്നിപ്പോ. നല്ല കാര്യമാണ്. മോനെ ഫോണിൽ വിളിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ഈ ഒരു ആൻസർ പറയിപ്പിക്കാമോ? താങ്കൾ ഈ പറഞ്ഞ സത്യമാണോ എന്ന് ക്രോസ് ചെക്ക് വിളിച്ചാ ഇപ്പൊ കിട്ടത്തില്ല, കാരണം അവൻ ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ്. വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ ഉറപ്പില്ല രേണുവിന് മകനെന്ന് ഉറപ്പുണ്ടാവും, പറയും. കാരണം അവൻ എന്റെ മകനല്ലേ, എനിക്കൊരു എന്താ പറയാ 5-8 വർഷം ആയിട്ട് അറിയുന്ന കുട്ടിയല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം. അതായത് ഈ ചോദ്യം എന്താണെന്നറിയാലോ, കൊട്ടക്കണക്കിന് ജനങ്ങൾ കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ആരുടെ എച്ചിലെടുക്കാത്ത ചോദ്യങ്ങളാണ് ചേച്ചി എടുത്തോണ്ട് വന്നിരിക്കുന്നത്. രേണുസുതിയെ ദിനോസറാക്കി ഹോട്ട് സീറ്റ് അവതാരക, എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്? അത് നെഗറ്റീവ് കമന്റ്സ് നിങ്ങളത് പറഞ്ഞതാണ്. ശാരിക അത് എന്റെ അടുത്ത് ചോദിച്ചതാണ്, പക്ഷെ അത് ശാരിക തന്നെയല്ലേ. അതെങ്ങനെയാണ് രേണുസുതിക്ക് പറഞ്ഞു? ഞാൻ എങ്ങനെയാണ് താങ്കളെ ദിനോസർ എന്ന് പറഞ്ഞത്? ശാരിക അന്ന് സംസാരിച്ചല്ലോ ദിനോസർ. ഞാനാണോ താങ്കളോട് ചോദിച്ചത്? ശാരികയാണല്ലോ എന്റെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചത്. ഈ ദിനോസറിന്റെ പേര് ഞാൻ താങ്കളെ വിളിച്ചോ? നിലവാരത്തോടു കൂടിയുള്ള ചേച്ചിയുടെ ഓരോ ചോദ്യങ്ങൾ കണ്ടോ? ഈ കമന്റ് ബോക്സിനകത്ത് ഒരു ഉളുപ്പും ഇല്ലാതെ ചിലരിടുന്ന ഓരോ കമന്റ്, നിന്നെ കാണാൻ പല്ലി, ഡിനോസർ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇനി അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കട. ഈ പെണ്ണുമ്പിള്ളയുടെ നിലവാരം, ഇവരുടെ നിലവാരം, ഇവരുടെ ചോദ്യത്തിന്റെ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കെ, ഇവരുടെ ഇന്റർവ്യൂവിന്റെ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കെ. ഇവർക്ക് ഹോട്ട് സീറ്റ് ഒന്നും അല്ല വേണ്ടത്, ഇവർക്ക് ഏതോ ഒരു എഴുന്നേറ്റ് ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. അതുപോലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഡിനോസർ എന്ന് അതൊരു ചോദ്യമായിട്ട് ഉന്നയിച്ചെടുത്തോണ്ട് വന്നിട്ട് ആ വന്നിരിക്കുന്ന ഗസ്റ്റിന് എടുത്ത് ചോദിക്കുന്നു, നിങ്ങൾക്കെതിരെ ഡിനോസർ എന്നൊരു പരാമർശം ഉണ്ടെന്ന്. എടാ, ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല കേട്ടോ ആ കമന്റ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരും ആ കമന്റ് കണ്ടിട്ടില്ലായിരിക്കും. ഇവര് തന്നെ കൊണ്ടുവന്ന കുത്തിപ്പൊക്കി എടുത്ത് പറയുമ്പോഴത്തെ അത് ഇവര് ക്രിയേറ്റ് ചെയ്ത കണക്ക് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ഇവര് തന്നെ ഒരു ഫേക്ക് അക്കൗണ്ടിനകത്ത് ഡിനോസർ എന്നൊരു കമന്റ് ഇട്ട് ഇപ്പുറത്ത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാനും ആയിരിക്കും. കാരണം ഇവര് പക്ഷേ കുപ്രസിദ്ധിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇമാതിരി തേർഡ് റേറ്റ് പരിപാടികൾ കാണിക്കാതിരിക്കത്തൊന്നുമില്ല, ഉള്ള കാര്യം പറയാം. നെഗറ്റീവ് കമന്റ്സ് വന്നല്ലേ അന്നേരത്തിന്. അപ്പൊ രേണുവിന് അറിയാം, അത് വ്യക്തമായിട്ട് ചോട്ടെ. നിങ്ങൾ ഈ പരിപാടി എന്നെ ഇവിടെ കൊണ്ടിരുന്ന ഈ ആങ്കറിനെ നിങ്ങൾ വെളുപ്പിക്കാനാണോ അതോ എന്നോട് ചോദ്യം ചോദിക്കാനാണോ? എനിക്ക് അറിയത്തില്ല, ഇത് എന്നെ സംഭവം അറിയത്തില്ല. വെളുപ്പിക്കാൻ സത്യം, ഇവരുടെ ഷോയിൽ വന്നിരുന്ന് ചോദ്യം ചോദിക്കാനും അല്ല ആൻസർ പറയാനായിട്ട് ഇരിക്കുന്ന വ്യക്തികൾക്ക് സത്യസന്ധമായി അറിയത്തില്ല എന്താണ് നടക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്, അവർ ഉദ്ദേശിക്കുന്നത് എന്തുവാണെന്ന് പ്രോപ്പറായിട്ട് നിലവാരം അവർക്ക് കിട്ടത്തില്ല. ഇനി അടുത്തത് പഴം ഇരിക്കുകയാണെന്നത് ചിലപ്പോ തല്ലിന്ന് വരും. ഈ ആശി ഈ പൊട്ടിന് തേങ്ങ ഗസ്റ്റ് ആയിട്ട് വന്ന ഒരു വ്യക്തി ഇനി കോണ്ടന്റിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ മുഖത്ത് വെള്ളം കോരി ഒഴിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ എന്തായാലും ഇത് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. ഈ കൺക്ലൂഡ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾ ഒരുപാട് ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങൾ കണ്ട് ഈ ആങ്കറുടെ പെരുമാറ്റ രീതി എന്താണെന്ന് കണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക. നിലവാരത്തോടു കൂടി ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ഏതാണ്, ഇവർ നിലവാരത്തോടു കൂടി കുത്തിപ്പൊക്കി എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റർവ്യൂർ എന്ന് പറയുന്ന രീതിയിൽ കാണിക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഇനി ഇവർക്ക് കിട്ടിയ ഒരു അവാർഡ് ഉണ്ട്, അതൊന്ന് കണ്ടുനോക്കാം. അവാർഡ് ഇന്റർവ്യൂസിന്റെ മുഖച്ഛായ മാറ്റിയിട്ടുള്ള ശാരിക. പറഞ്ഞ കേട്ടോ, ഇന്റർവ്യൂവിന്റെ മുഖച്ഛായ മാറ്റിയിട്ടുള്ള ശാരിക. ഇന്റർവ്യൂവിന്റെ മുഖച്ഛായയും ഇന്റർവ്യൂറുടെ മുഖച്ഛായയും ചിലപ്പോൾ മാറിപ്പോയിട്ടുള്ള ഒരു ആങ്കർ ആയിരിക്കും അത്. അതാണ് കുപ്രസിദ്ധി.
നേരത്തെ കുറച്ചു നേരമായിട്ട് ചേച്ചി പറഞ്ഞൊരു കുപ്രസിദ്ധി ഉണ്ടല്ലോ, ആ കുപ്രസിദ്ധിയെ ആസ്പദമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു റിവാർഡായിട്ടാണ് എനിക്ക് ഈ സാധനത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്റർവ്യൂ, ഇതാണ് നിങ്ങളുടെ നിലവാരം, ഇതിനാണ് നിങ്ങൾക്ക് ഈ ട്രോഫി കിട്ടുന്നത്. ഇതും കണ്ടുകൊണ്ട് ഈ ബിഗ് ബോസിൽ നിങ്ങൾ പോയ കാര്യങ്ങളും ബിഗ് ബോസിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളും ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നപ്പോഴത്തേക്കിന് നിങ്ങൾ ഏതാണ്ട് വലിയ രീതിയായി എന്നൊന്നുമല്ല. നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എടുത്ത് വെക്കാനോ ഒരു 10 പേരുടെ മുന്നിൽ ഒരു വ്യക്തിക്ക് എടുത്ത് വെച്ച് കാണിക്കാൻ പറ്റിയ ഇന്റർവ്യൂ അല്ല. ഒരിക്കലും രേണു സുധിക്ക് പിൽക്കാലത്ത് അവരുടെ മക്കൾ വളർന്നു വന്ന അല്ലെങ്കിൽ അവർ വേറൊരു ലൈഫിലേക്ക് പോയി വേറെ കുറെ ആൾക്കാരെ പരിചയപ്പെട്ട് വരുമ്പോഴത്തെ അവരുടെ മുന്നിലേക്ക് ദാണ്ടേ ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ആണ് എന്ന് പറഞ്ഞെടുത്ത് കാണിക്കാൻ ഒരിക്കലും നിങ്ങളുടെ ഇന്റർവ്യൂ പറ്റത്തില്ല. അതിപ്പം നിങ്ങളുടെ കൂടെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള രേണു സുധി ആണെങ്കിലും ശരി, മൈത്രേൻ ആണെങ്കിലും ശരി, ഷിയാസ് കരീം ആണെങ്കിലും ശരി, ദിയാസന ആണെങ്കിലും ശരി, ദിയാസന അല്ല മറ്റേ പെണ്ണ്, ഏതോ ഒരു പെണ്ണ്, അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് ഇന്റർവ്യൂ. ഒരു വ്യക്തിക്ക് പോലും നിങ്ങളുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഭാഗം എടുത്ത് വെച്ചിരുന്ന മോനെ ഇത് അച്ഛൻ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ അല്ലെ അമ്മ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ മോൻ ഒന്നിരുന്ന് കാണും. പിള്ളേർക്ക് കാണാൻ പറ്റുമോ? പിള്ളേർ ബസ് പിടിച്ച് ചിലപ്പോ മറ്റേ സ്നാക്കി ഇട്ടോണ്ടിരിക്കുന്ന കൊച്ചാണെങ്കിൽ സ്നാക്കി ഊരി മോത്തടിക്കും. അമ്മാരി പരിപാടിയും കാര്യങ്ങളാ ചോദ്യങ്ങളാ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ നിലവാരവും മറ്റേ കൊട്ടക്കണക്കിനുള്ള നിലവാരത്തിലുള്ള കണ്ടന്റുകളും മറ്റുള്ളവരുടെ എച്ചിൽ തിന്നുന്നതും ചേച്ചിയാ. നല്ല രീതിയിൽ എച്ചിൽ വാരി തിന്നുന്നുണ്ട്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിനകത്ത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എച്ചിൽ വീണ്ടും വീണ്ടും പിക്ക് ചെയ്തെടുത്ത് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചേക്കണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എച്ചിൽ വാരി തിന്നോ, നല്ല രീതിയിൽ തിന്നുക. നിറഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി എടുത്ത് വന്നോ, ഞാൻ വീണ്ടും കുറച്ച് എച്ചിൽ വാരിയിട്ട് തരാം. അപ്പൊ ശരിയെന്ന്.